വെൽക്കം ടു ട്രൈഡ്റൂട്ട്. നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. നോക്കിയാൽ കാണാം, ഇന്നലെയും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് എത്തുമെന്ന് പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ തന്നെയായിരുന്നു. അവിടേക്ക് ഇന്നലെ എത്തിയിട്ടുണ്ട്. എനിവേ, നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് അടുത്തത് ഒരു ഇംബാലൻസ് ആണ്. ഇവിടെ നോക്കിയാൽ കാണാം, ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഇംബാലൻസിന്റെ മുകളിൽ ഈ ഒരു ഏരിയ ആണ് റെസിസ്റ്റൻസ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്തത് മറ്റൊരു ഏരിയ, ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ സപ്പോർട്ട് ഏരിയയിൽ കുറെ കാലങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ലെവല്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിടാം. 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറഞ്ഞത് നമ്മൾ ഡേയിൽ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു ലെവലിലേക്കാണ് 1 അവറിലെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് അതുപോലെ ഡയൽ മാർക്ക് ചെയ്ത ഈ ഒരു സപ്പോർട്ടിൽ 1 അവറിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 അവറിൽ നോക്കിയാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ആ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. അപ്പൊ ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതിനെ മാർക്ക് ചെയ്തിടുന്നു. ഒന്ന് കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാം, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസ് നെയ്യും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ മുകളിലേക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയ മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്നതാണ്. ഈ രണ്ട് ലൈൻ വരച്ചിരിക്കുന്ന ഏരിയ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് ഒരു പക്ഷേ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിയാക്ഷനോ റിജക്ഷനോ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിടുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 50 മിനിറ്റ്സിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ടാണ് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത്. ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നിൽക്കുന്നതിൽ ഒന്ന് മുകളിലോട്ടൊന്ന് കയറുക. മുകളിലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇതുപോലെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് അതിന് ഫോളോ ആയിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുന്നു, മുകളിലേക്ക് കിട്ടുന്നു. കിട്ടിക്കഴിഞ്ഞിട്ട് റീടെസ്റ്റ് വരിക, ആ ബുള്ളിഷ് ക്യാൻഡിലേക്കോ അല്ലെങ്കിൽ ആ പാറ്റേണിലേക്കോ റീടെസ്റ്റ് വരികയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു ട്രേഡ് എടുക്കാം. ആ ഒരു ട്രേഡിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവലിലാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുകളിൽ ഒരു ലൈൻ ഉണ്ട്. ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ആണ്. ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ വീണ്ടും നമുക്കൊരു ഇംബാലൻസ് കാണുന്നുണ്ട്. അപ്പൊ എവിടുന്നെങ്കിലും ഒരുപക്ഷെ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. എക്സ്പെഷ്യലി ഈ ഒരു ഇംബാലൻസിൽ നിന്നായിരിക്കും കൂടുതൽ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ആയിരിക്കും ഒരു വലിയൊരു മൂവ്മെന്റ് തരും. ആ മൂവ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന റീടെസ്റ്റിൽ നിന്ന് ട്രേഡ് എടുക്കുക. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസ് വരെ ആണ്. 50 മിനിറ്റ്സിന്റെ ഇംബാലൻസ് വരെയാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അടുത്തൊരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ, അതായത് ഈ വരച്ചിരിക്കുന്ന യെല്ലോ ബോക്സിന്റെ താഴോട്ടേക്ക് മാർക്കറ്റ് വരികയാണ്. ട്രെൻഡ് ലൈനിന്റെ താഴോട്ടേക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണ്. എന്നിട്ട് വീണ്ടും ആ ബ്രേക്ക്ഔട്ടിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു സെൽ എൻട്രി എടുക്കാം. അതും ഈ ഒരു ഇംബാലൻസ് വരെയാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇംബാലൻസ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു കൺസോളിഡേറ്റഡ് ഏരിയ ഉണ്ട്. ഒരുപക്ഷെ ആ കൺസോളിഡേറ്റഡ് ഏരിയയിൽ നിന്ന് വീണ്ടും നല്ല റിയാക്ഷൻ കിട്ടാം. ഒരുപക്ഷെ ഏരിയയിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ ഈ ലൈനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും താഴോട്ടേക്ക് വരുന്ന റിയാക്ഷൻ കിട്ടുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബി ടി സിയിലുള്ളത്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. ഈ പറയുന്ന ഏരിയാസിൽ വരുന്ന സമയത്ത് കൺഫർമേഷനോട് കൂടിയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്.
അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.